Okay, നമുക്ക് question number 26 നോക്കാം. Generations to come, it may be, will scarce believe that such a one as this, ever in flesh and blood, walked upon this earth. What qualities of Gandhiji would have made Albert Einstein make such a remark? Prepare an essay in the light of your reading of the excerpt from Jawaharlal Nehru's Discovery of India. അപ്പോൾ ഇവിടെ ആൻഡൻ ഗാന്ധിക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ ഗാന്ധിജിയുടെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു? He was എന്താ പറയാ, an astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual. He fascinated the masses of India and attracted them like a magnet. Okay, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുന്നത്? അദ്ദേഹത്തെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാം ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? അദ്ദേഹം എന്തായിട്ടാണ് വന്നത്? ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് us stretch ourselves and to take deep breaths. He was like a beam of light that pierced darkness and removed the scales from our eyes. He was like a whirlwind that upset many things, but most of all the working of people's mind. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി എഴുതാം, അല്ലെ? ഹിസ് ടു-ഫോൾഡ് ആക്ഷൻസ് എഴുതാം. അദ്ദേഹത്തിന്റെ എന്താണ് എസെൻസ് ഓഫ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. പിന്നെ ഹി ഓൾവേസ് കെപ്റ്റ് ദ വെൽഫെയർ ഓഫ് മാസേഴ്സ് ഇൻ ഹിസ് വ്യൂ. അതേപോലെ ഫിയർലെസ്നെസ് എന്നുള്ളൊരു ഐഡിയ, അതിനെപ്പറ്റി നമുക്ക് എഴുതാം. പിന്നെ വേറെ സൈക്കോളജിക്കൽ ചേഞ്ച്, അദ്ദേഹം കൊണ്ടുവന്ന ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് എന്തൊക്കെയാണ് എഴുതാം. അദ്ദേഹം മില്യൺസ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എഴുതാം. ഹിസ് ടു-ഫോൾഡ് ആക്ഷൻ എന്തൊക്കെയാണ്? ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. പിന്നെ ഹിസ് ആക്ഷൻ, അനദർ ആക്ഷൻ എന്താണ്? ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൽസ്. ഈ പോയിന്റ് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീം ഇന്ത്യനെ കണക്ട് ചെയ്ത് എഴുതാം. സോ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയതാണ്. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. Question 27. Your class conducted a 2 days trip to a famous tourist spot in Kerala. Prepare a travel essay based on that trip, explaining the physical features of the area, its attractions, the climate there, and the feelings you had on the occasion. So ഇവിടെ നമ്മൾ എഴുതുന്നത് ട്രാവൽ എസ്സേ ആണ്. സോ ട്രാവൽ എസ്സേ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞു പോയ കാര്യമാണ്. സോ ഫുൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയ ടൂറിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ എഴുതാം. ഓക്കെ, എവിടെയെങ്കിലും പോയത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അവിടെ കണ്ട കാര്യങ്ങൾ എഴുതാം. നിങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു, എപ്പോൾ ചെന്നു, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, എങ്ങനെ പോയി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ട്രാവൽ എസ്സേ എപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ട്രാവൽ എസ്സേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് എഴുതാമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കേസേ ഉള്ളൂ. ബട്ട് പാസ്റ്റ് ടെൻസിലാണ് ഇത് എഴുതേണ്ടത്. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. Question 28. Read the poem given below and prepare a critical appreciation of it. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പഠിക്കാത്തൊരു പോയം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇവിടെ വാട്ട് ഈസ് സക്സസ് എന്ന് പറയുന്ന റാൽഫ് വാൽഡോ എമേഴ്സന്റെ ഒരു പോയമാണ് തന്നേക്കുന്നത്. ഈ പോയട്രിയുടെ പ്രത്യേകത, ഇതിൽ തീം പോയട്രിയുടെ ടൈറ്റിൽ പോലെ തന്നെ സക്സസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് അച്ചീവിംഗ് സക്സസ് ഡെസ്പൈറ്റ് ദ ചലഞ്ചസ് എന്നുള്ളതാണ് ഇതിൽ തീം വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മറി ഒക്കെ ഈസിലി എടുത്ത് എഴുതാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എഴുതാൻ പറ്റും. അതിലെന്താ പറയുന്നത്? ഫൈൻഡിങ് ജോയ് ആൻഡ് ലാഫർ ഇൻ ലൈഫ് ഇസ് എസെൻഷ്യൽ ടു സക്സസ് എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെന്താ? ടു വിൻ ദ റെസ്പെക്ട് ഓഫ് ഇന്റലിജന്റ് പീപ്പിൾ ആൻഡ് അഫെക്ഷൻ ഓഫ് ചിൽഡ്രൻ, അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ റെസ്പെക്ട് ഏൺ ചെയ്യണം. അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ളവരെ പറ്റിയാണ് എസ്പെഷ്യലി പറയുന്നത്. അതുപോലെ ചിൽഡ്രൻ, കുട്ടികളുടെ ഒരു അഫെക്ഷൻ ഒക്കെ ഏൺ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഓണസ്റ്റ് ക്രിട്ടിക്സിന്റെ അപ്രൂവൽ ഒക്കെ നമ്മൾ ഏൺ ചെയ്യണം. അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മുടെ വേൾഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേപോലെ മറ്റുള്ളവരിൽ നല്ലത് കാണാനായിട്ട് നമ്മൾക്ക് പറ്റണം. പിന്നെ വേറെന്താ നോക്കാം? പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്ട്രക്ചർ എന്ന് പറയാനായിട്ട് ഇല്ല. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. റൈം സ്കീം പറയാനായിട്ട് ഇല്ല, ഫ്രീ വേഴ്സ് ആണ്. പിന്നെ ഇതിൽ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയാനാണെങ്കിൽ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാം. ടു ലീവ് ദ വേൾഡ് എ ബിറ്റ് ബെറ്റർ, ബ് സൗണ്ട് റിപ്പീറ്റ് വന്നുകൊണ്ട്. പിന്നെ ടു എന്നുള്ള വാക്ക് റിപ്പീറ്റഡ് ആണ്, സോ അവിടെ റിപ്പീറ്റേഷൻ കാണാം. പിന്നെ ഇതിൽ എന്താ പറയാ, ലാംഗ്വേജ് വലിയ കുഴപ്പമില്ല, ഈസിയാണ്. പിന്നെ
സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിലുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് പോസിറ്റീവ് ടോണിലാണ് എഴുതിയേക്കുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. യെസ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതാൻ പറ്റുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പോയിന്റ് തന്നെയാണ്. വായിച്ച് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്, അതിനനുസരിച്ച് ഒരു 8 മാർക്സിന്റെ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റ് തന്നെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇപ്പോൾ പഠിക്കുമ്പോൾ ഗ്രാമർ അറിയുന്നില്ല, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പ്രശ്നമാണ് എന്നൊക്കെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടാം ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ളത്. ഗൂഗിൾ മീറ്റ് വഴിയായിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഈ വെക്കേഷന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ്ങും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഫുള്ളി എൻ്റെ ക്ലാസ്സസ് ആണ്. ഇനിയിപ്പോൾ കൊമേഴ്സ് ലേണർ എന്നുള്ള ചാനൽ എടുത്ത് നോക്കിയാൽ അതിലും എൻ്റെ ക്ലാസ്സസ് ആണ്, അത് വേറെ സബ്ജക്ട്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രാമറൊക്കെ എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ക്ലാസ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി ഞാൻ കമൻറ്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ക്ലാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തിലാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ടൈമിങ്ങും കോഴ്സിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസിന്റെ ഒരു പോസ്റ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സാം എഴുതി വരുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കോംപ്ലക്സ് അല്ലാന്ന്. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വോൾക്കാനോ എർത്ത് ക്വേക്കിനൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരൂ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എഴുതി വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല തന്നെ. അത്യാവശ്യം ജനറലൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ജനറലി ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എക്സാം എഴുതിയത് നിങ്ങളാണ്, നിങ്ങളുടെ അഭിപ്രായമാണ് കൃത്യമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഇവിടെ നിന്നൊന്ന് അനലൈസ് ചെയ്തു, ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഉള്ള എൻ്റെ ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നോ, നിങ്ങൾക്ക് പാടായിരുന്നോ, പക്ഷെ കുഴപ്പമില്ല ഈസി ആയിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കോമെന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.